السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സൂറ ആൽ ഇംറാൻ 27 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 28. أعوذ بالله من الشيطان الرجيم. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاتا ويحذركم الله نفسه وإلى الله المصير. പറയുക, ആധിപത്യത്തിനുടമയായ അല്ലാഹുവേ, നീ ഇച്ഛിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ആധിപത്യം നീക്കിക്കളയുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപികളാക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യരാക്കുകയും ചെയ്യുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും നിന്റെ കയ്യിലാണ്. തീർച്ചയായും നീ എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെയാണ്. നീ രാവിനെ പകലിലേക്ക് കടത്തിവിടുന്നു, പകലിനെ രാവിലേക്കും കടത്തിവിടുന്നു. നീ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നു, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറപ്പെടുവിക്കുന്നു. നീ ഇച്ഛിക്കുന്നവർക്ക് നീ കണക്കില്ലാതെ നൽകുന്നു. ഇതാണ് തൊട്ടു മുമ്പുള്ള 2 ആയത്തുകൾ. ഇനി ഇതിന്റെ വാക്കർത്ഥം നോക്കാം. ലാ യത്തഖിദ്, നീ സ്വീകരിക്കരുത്, അൽ മുഅ്മിനൂൻ അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ. ലാ യത്തഖിദ്, സ്വീകരിക്കരുത്, അൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ സ്വീകരിക്കരുത്. അങ്ങനെയാണ്. നീ സ്വീകരിക്കരുതാണെങ്കിൽ ഇങ്ങനെ വരും, തത്തഖിദു എന്ന് വരും. നിങ്ങൾ സ്വീകരിക്കരുത്. ലാ യത്തഖിദുൽ മുഅ്മിനൂൻ എന്നാണ്. മുഅ്മിനീങ്ങൾ സ്വീകരിക്കരുത്, അൽ കാഫിരീൻ സത്യനിഷേധികളെ, ഔലിയാ വലിയകളായി. എന്താ നമുക്ക് പറയാം? മിൻ ദൂൻ കൂടാതെ, അൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ കൂടാതെ. വമൻ യഫ്അൽ ദാലിക, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ഫലൈസ മിനല്ലാഹി ഫീ ശൈഅ, അവൻ അല്ലാഹുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇല്ലാ അൻ തത്തഖൂ, നിങ്ങൾ കരുതലോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ, മിൻഹും അവരുമായി, തുഖാത ഒരു കരുതൽ. വയുഹദ്ദിറുക്കും നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അല്ലാഹു, നഫ്സഹു അവനെപ്പറ്റി, വഇലല്ലാഹിൽ മസീർ മടക്കം അല്ലാഹുവിലേക്കാകുന്നു എന്നാണ്. ഔലിയാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ചിലപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചും ഔലിയ എന്ന് പറയലുണ്ട്. ഔലിയ ഔലിയ ചില ആൾക്കാരെ പറ്റിയിട്ട് ഔലിയ എന്ന് പറയില്ലേ, അയാൾ ഔലിയാണ് അല്ലേ? അപ്പോ കൊറേ ഔലിയ ഉണ്ടെങ്കിൽ ഔലിയാക്കന്മാരെന്നും പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഔലിയ എന്ന് പറഞ്ഞാൽ തന്നെ കുറെ ആളായി, മനസ്സിലായേ? പിന്നെ ഔലിയാക്കന്മാരെന്ന് പറയേണ്ട കാര്യമില്ല. വലിയ എന്നാണ് ഏകവചനം. വലിയ കുറെ വലിയാണെങ്കിൽ ഔലിയാ എന്നാണ്. വലിയ
നിങ്ങൾക്ക് അറിയണ വലിയകളുടെ പേര് പറയൂ. ഏ അരെ ആ ആ ആ ആ വെരി ഗുഡ്. അത് വേറൊരു വലിയ. നിക്കാഹിന് കൈ കൊടുക്കൂലേ വലിയ? ആ അതൊരു ശരിയാണ്. പിന്നെ എന്താണ് വലിയുല്ലാഹി, അള്ളാഹുവിന്റെ വലിയ എന്ന് പറയലില്ലേ? അതാരാണ് അള്ളാഹുവിന്റെ വലിയ? അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഒരാളുടെ നിയ്യത്ത്, അയാളുടെ അമലുകള്, അയാളുടെ ഈമാൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് ഇരിക്കുന്നത്. ഈ മൂന്നും തിരിയൂല നമുക്ക്. ഒരാളുടെ അമൽ എന്താന്ന് നമുക്ക് തിരിയൂല. ഒരാളുടെ അമല് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരാൾക്ക് വെള്ളം കൊടുക്കുകയാണ്, കുടിക്കാൻ ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നു. ആ പ്രവർത്തനം നമ്മൾ കണ്ടുവെങ്കിലും ആ പ്രവർത്തനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. പൊതുവിൽ കാണുമ്പോൾ നമ്മൾ പറയും നല്ല ഒരു കാര്യമാണ് അയാൾ ചെയ്യുന്നത്. പക്ഷെ അത് നല്ല കാര്യമാകുന്നത് അയാളുടെ നിയ്യത്തും കൂടി പരിഗണിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവൂല ഇതെന്താണ്. ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നത് കണ്ടാൽ പുറമേക്ക് കാണുന്നതനുസരിച്ച് മനസ്സിലാക്കാനേ നമുക്ക് കഴിയൂ. അങ്ങനെ വേണ്ടതുള്ളൂ. ഒരാളെ സഹായിക്കുന്നു, ആ സഹായിക്കുന്നത് കണ്ടാൽ നമ്മൾ അയാളെ അത് പോസിറ്റീവായി എടുക്കുക. അയാൾ സഹായിക്കുന്നു, നല്ല കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അയാൾ അഭിനന്ദിക്കുന്നു. പക്ഷെ ആ സഹായം അയാളെ സംബന്ധിച്ച് ഒരു സ്വാലിഹായ അമലാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അറിഞ്ഞൂടാ. കാരണം സ്വാലിഹായ അമലാകുന്നത് എങ്ങനെയാണ്? അയാളുടെ നിയ്യത്തനുസരിച്ചാണ്. അപ്പോ നിയ്യത്ത്, ഈമാൻ, അമല് ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് ഒരാൾ അള്ളാഹുവിന്റെ വലിയാണോ ശൈത്താന്റെ വലിയാണോ, അയാൾ അള്ളാഹുവിനെ വലിയാക്കിയ ആളാണോ ശൈത്താനെ വലിയാക്കിയ ആളാണോ എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് ഒരാളെ കുറിച്ചും നമുക്ക് അങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ പറ്റൂല. വിചാരിക്കാനും ആഗ്രഹിക്കാനും ഒക്കെ കഴിയും ഇന്നാള് വലിയായിരിക്കും. കാരണം അയാളുടെ മൊത്തം കാര്യങ്ങൾ കണ്ടു നോക്കുമ്പോ അങ്ങനെ നമുക്ക് തോന്നുന്നു. അങ്ങനെ പറ്റും, അങ്ങനെ പറ്റും, അതിന്റെ അപ്പുറത്തേക്ക് പറ്റൂല. എല്ലാ മനുഷ്യന്മാരും നിയത്തു അതെ. അതായത് കാറ്റഗറിയിൽ വലിയ എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനാണ്. വലിയുകൾക്ക് കറാമത്തൊക്കെ ഉണ്ടാവും. പക്ഷേ വലിയകൾ ആരാന്ന് നമ്മക്ക് മനസ്സിലാക്കാൻ തീർപ്പ് കൽപ്പിക്കാനും പറ്റൂല എന്നാണ് ഈ പറയുന്നത്. നമ്മളെ ചോദ്യം എന്താ? സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ് വലിയാവുക. വലിയകൾ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്, കർഷകര്, വിദ്യാർത്ഥികള്, കൂലിപ്പണിക്കാര്, തൊഴിലാളികള്, തൊഴിൽ ഉടമകള്, നമ്മൾ മുതലാളി എന്ന് പറയുന്നവര്, പണ്ഡിതന്മാര്, എല്ലാവരിലും വലിയ ഉണ്ടാവും. അല്ല, പാണ്ഡിത്യവുമായിട്ടല്ല അതിന്റെ ബന്ധം. കറാമത്ത് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് അള്ളാഹു അവരെ പ്രത്യേകമായി ആദരിക്കുന്നത് കാരണത്താൽ അവർക്ക് ചില പ്രത്യേക സഹായങ്ങളൊക്കെ അള്ളാഹിന്റെ അടുത്തുനിന്നുണ്ടാവും. അതുണ്ടാവും.
അങ്ങനെ ചേർത്താൻ പറ്റൂല. വലിയുല്ലാഹി എന്നൊരാളെ പറ്റി പറയണേ നമ്മക്ക് മനസ്സിലാവണ്ടേ ഇത് വലിയനാണോ? അതെ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒരു സ്ഥാനപ്പേര് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് ഉണ്ടാവുമല്ലോ. പ്രവാചകന്മാർക്ക്, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് ഉണ്ടാവുമല്ലോ. അതേപോലെ വലിയകൾക്ക് കറാമത്തും ഉണ്ടാവും. അത് പക്ഷേ തന്നിഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മൂസാ നബീനെ പറ്റി പറയുമ്പോൾ നീ വടി നിലത്തിടൂ എന്ന് പറയുമ്പോഴാണ് വടി നിലത്തിടുന്നത്. അപ്പൊ അത് പാമ്പാവുന്നു. ആ വടി കൊണ്ട് നീ പാറമേൽ അടിക്കൂ, അപ്പോഴാണ് വെള്ളം വരുന്നത്. നീ ആ വടി കൊണ്ട് കടലിലടിക്കൂ, അപ്പോഴാണ് അത് പളരുന്നത്. അല്ലാണ്ട് ഈ വടിയും കൊണ്ട് പോയിട്ട് ഇങ്ങനെ മൂസാ നബി ഇങ്ങനെ തോന്നുമ്പോ എന്തൊക്കെയല്ല, അങ്ങനല്ല. അപ്പൊ മുഅ്ജിസത്ത് പോലും അല്ലാഹുവിന്റെ ഒരു ഇതിന്, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം എന്താവാണ് ചെയ്യാണ്. എങ്കിൽ പിന്നെ കറാമത്ത് എന്ന് പറയുന്നത് എന്തായാലും എങ്ങനെയായിരിക്കൂല, സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന പരിപാടി അല്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ തെറ്റിദ്ധരിച്ചതാണ്. വലിയകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായവും പ്രത്യേകമായ പദവിയും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും. വലിയ എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ പ്രത്യേക വേഷമോ പ്രത്യേകമായ രൂപമോ പ്രത്യേകമായ എന്തെങ്കിലും ഡിഗ്രിയോ ഒന്നുമല്ല. ഈ ഇരിക്കുന്നവരിൽ വലിയകൾ ഉണ്ടാകും, അള്ളാഹുവിന്റെ വലിയകൾ. അവര് ദുആ ചെയ്താലൊക്കെ പടച്ചോൻ വേഗം കേൾക്കും. അവര് ദുആ ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകും. അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഒരാൾ വലിയാകാൻ വേണ്ടത് എന്ന് ചോദിച്ചാൽ അള്ളാഹിനെയും റസൂലിനെ അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്. തഖ്വ ഉണ്ടാവുക, അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുക, ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുക, ജീവിതത്തെ പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കുക, അള്ളാഹുവിനെ മാത്രം വലിയായിട്ട് സ്വീകരിക്കുക. ഇതാണ് ഒരാൾ വലിയാവാൻ വേണ്ടത്. ഏതെങ്കിലും ഒരു പ്രത്യേക കുടുംബത്തിൽ പിറക്കുകയോ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത അത്യത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുകയോ ഇസ്ലാമിക ശരീഅത്തിൽ നിന്നും അഴിമാറി സഞ്ചരിക്കുകയോ ഒന്നും ചെയ്യലല്ല വലിയാവാൻ വേണ്ടത്. ഒരാൾ ശറഈ നിയമം എന്ന് പറയേണ്ടിയില്ല, ശരീഅത്ത് തന്നെ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ അയാൾ അള്ളാഹുവിന്റെ വലിയാവൂല. അത് ക്രൈസ്തവതയിൽ നിന്ന് കിട്ടിയ ഒരു സംഗതിയാണ്. നമുക്ക് ക്രൈസ്തവ വിശ്വാസികൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അവരിൽ നിന്ന് ചില ആൾക്കാർ മരിച്ചു പോയാല് അവരെ അത്ഭുത കൃത്യങ്ങളൊക്കെ പരിഗണിച്ച് അത് റിപ്പോർട്ട് ചെയ്ത് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവർ ദുആ ചെയ്യുമ്പോൾ അവരോട് പറയും, നിങ്ങള് പടച്ചവനോടൊന്ന് പറഞ്ഞേക്കിട്ടോ ഞങ്ങളെ കാര്യം, വിശുദ്ധ തോമാശ്ലീഹയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശുദ്ധ അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊക്കെ ഇവർ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ആ പ്രാർത്ഥന, അവരുടെ ഈ ഇടപാടുകൾ, അത്തരം സംഗതികൾ നമ്മൾ അനുകരിച്ചതാണ്. നമ്മളെ സമുദായത്തില് ചിലര് മരിച്ചു കഴിഞ്ഞാല് അങ്ങനെയുള്ള പ്രാർത്ഥനയും അങ്ങനെയുള്ള ഇടതേട്ടവും ഒക്കെ വന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അതില്ല. അപ്പോ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ സാധാരണ ഔലിയ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം ഉണ്ടാവും. ആ ചിത്രം അല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്നർത്ഥം. ഇനി ഒരു വാക്കർത്ഥം പറയുകയാണെങ്കിൽ വലിയ എന്ന് പറഞ്ഞാൽ ആത്മമിത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, സഹായി എന്ന് വേണമെങ്കിൽ പറയാം. ആത്മമിത്രവും സഹായിയും ആണ് വലിയ എന്ന് പറഞ്ഞത്. മിത്രങ്ങൾ ധാരാളം ഉണ്ടാകും. നമുക്ക് പലരുമായും മൈത്രി ബന്ധമുണ്ടാകും. അങ്ങനെ ആവാം, ഫ്രണ്ട്ഷിപ്പ്. പലരുമായിട്ടും നമുക്ക് എല്ലാം ഉണ്ടാവും, മൈത്രി ബന്ധം. നമ്മൾ മൈത്രി പുലർത്തേണ്ടവരാണ് എല്ലാവരോടും. നമ്മളിങ്ങനെ ആളുകളോട് തെറ്റിയും പണങ്ങിയും തിരിഞ്ഞും നിൽക്കേണ്ടവരല്ല.
നമ്മളെല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ചങ്ങാത്തം കൂടിയൊക്കെ ചെയ്യേണ്ട ആളുകളാണ്. ആ സ്വഭാവത്തിൽ ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ചിലരോട് കൂടുതൽ അടുപ്പുണ്ടാവും. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ചിലർ ബെസ്റ്റ് ആയിരിക്കും. ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ ബെസ്റ്റിയാണ്. അപ്പോ വളരെ അടുത്ത അല്ലേ, ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ വിഷമം, സംസാരിച്ചിട്ടില്ലേ പിന്നെ പറയാം ചങ്ക്, ചങ്ക് എന്ന് പറയും. അപ്പോ അത് നമ്മള് പണ്ടൊക്കെ പറയാ മനസാക്ഷി സൂക്ഷിപ്പുകാർ. ഓനെ പറ്റി എന്തും മറ്റവരോട് ചോദിച്ചാൽ അറിയാം, ഓളെ പറ്റി എന്തും മറ്റവരോട് ചോദിച്ചാൽ അറിയാം, ഇങ്ങനെയല്ല. എന്നാൽ അതിനേക്കാൾ അപ്പുറത്താണ് വലിയ, അതിനേക്കാളും അപ്പുറത്താണ് വലിയ. എല്ലാം അങ്ങ് കൊടുക്കണം, അങ്ങനത്തെ ബന്ധം. അതാരുമായിട്ടും ആവാം, അപ്പോലെ വലിയാവും. അത് ശൈത്താനുമായിട്ടാണെങ്കിൽ ശൈത്താന്റെ വലിയാവും, അള്ളായിട്ടാവുമ്പോ അള്ളാന്റെ വലിയാവും. എന്നെ നയിച്ചോളൂ, ഞാൻ വരാം, നിരുപാധികം ചോദ്യം ചെയ്യലുകളില്ലാതെ. ആരെയാണോ ഏൽപ്പിക്കുന്നത് അതാണ് വലിയ. നീങ്ങും, അങ്ങനെ നീങ്ങും. അപ്പോഴാ വലിയ ആവാ. അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ നടക്കും. ഇതിന്റെ ഒരു അവതരണ പശ്ചാത്തലങ്ങളെ കുറിച്ച് വന്ന ചില സംഗതികൾ പറയാം. അതായത് മക്ക വിജയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, മക്കം ഫത്ഹ് അല്ലേ, നമ്മളങ്ങനല്ലേ പറയാം, മക്കം ഫത്ഹ്. മക്ക വിജയത്തിന് മുൻപ് മദീനയില് ഉണ്ടായിരുന്നത് ഒരു യുദ്ധ കാലാവസ്ഥയായിരുന്നു. ബദർ, ഉഹദ് അല്ലെ, അഹ്സാബ്, ഇങ്ങനെ ഉള്ള സൈനിക നീക്കങ്ങൾ നാനാഭാഗത്തും. ബനു ഖുറൈള, ബനു ഖൈനുഖാ, ഇങ്ങനെ ഉള്ള ഒരുപാട് സംഭവങ്ങളാണ്. ഇങ്ങനെ പല ഭാഗത്തു നിന്നുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒക്കെ ഉണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഗോത്രപരമോ സാമ്പത്തികമോ ആയ കാര്യങ്ങൾക്ക് ഈ ഇസ്ലാം സ്വീകരണം തടസ്സമായി പോകരുത് എന്ന് കരുതിയിരുന്ന ദുർബല വിശ്വാസികളായ ചിലരുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചു, ഞാന് അള്ളാന്റെ ആളാണ്, ഇസ്ലാമിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്റെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചു, എന്റെ മറ്റിതര ഇടപാടുകളെ പ്രതികൂലമായി ബാധിച്ചു, എന്റെ സാമൂഹിക ബന്ധങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ ബാധിക്കാൻ ഒരു സാധ്യത ഉണ്ട്. ഇനി അഥവാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു സംഗതിയിൽ ഇസ്ലാം പരാജയപ്പെട്ടു പോയി നോക്കുക, അങ്ങനെയും സംഭവിക്കാലോ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ പരാജയപ്പെട്ടാൽ ശത്രുക്കളായ എന്നിപ്പോ പറയുന്ന മുശ്രിക്കുകളും വേദക്കാരുമായ ആളുകൾ എന്നെ പരിഗണിക്കണം എന്ന് ചിലർ കരുതി. മൊത്തം ഇസ്ലാമിന് വിജയമാണെങ്കിൽ തരക്കേടില്ല, മുസ്ലിങ്ങൾക്കൊക്കെ നല്ല സുഖമായിരിക്കും എന്ന് വിചാരിക്കുക. പക്ഷേ അഥവാ ഇതങ്ങ് തോറ്റാൽ, വേദക്കാരോട് തോറ്റാൽ, മുശ്രിക്കുകളോട് തോറ്റാൽ, അപ്പോഴും എന്നെ അവർ പരിഗണിക്കണം, എനിക്ക് ദോഷം ഉണ്ടാകരുത്. അതിനെന്തു വേണമെന്ന് ചോദിച്ചാൽ അവരിൽപ്പെട്ട പലരുമായും ഞാൻ ആത്മബന്ധം ഉണ്ടാക്കുക.
അപ്പൊ മൊത്തത്തില് എതിർക്കുമ്പോ ഓൻ നമ്മളാളാട്ടോ, ഓൻ അന്ന് തന്നെ നമ്മളുമായിട്ട് നല്ല ബന്ധമാണ്, അപ്പൊ ഓനെ ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, എന്നെ മാറ്റി നിർത്തും. അപ്പൊ എനിക്ക് ദോഷമൊന്നും ഉണ്ടാവൂല. ഈ വിചാരത്തിൽ ചില ആളുകള് വേദക്കാരായ ആളുകളുമായും മുശ്രിക്കുകളായ ആളുകളുമായിട്ടും ആത്മബന്ധം ഉണ്ടാക്കി. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളെ കൂടാതെ കാഫിറുകളായ ആളുകളുമായി ആത്മബന്ധം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഇത് വളരെ കരുതേണ്ട ആയത്താണ്. ഈ ആയത്ത് വെച്ചിട്ട് കാര്യം ശരിക്കും മനസ്സിലായില്ലെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ചതായിരിക്കും നമ്മൾ ചെയ്യാം. അതുകൊണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കണം. ഒരു പശ്ചാത്തലം അതാണ്. അതായത് ഇസ്ലാമും ഇസ്ലാമേതര സമൂഹങ്ങളും തമ്മിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ എതിർപ്പുകളും കൊടുക്കൽ വാങ്ങലുകളും സൈനിക നടപടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, അഥവാ ഇസ്ലാം തോറ്റാലും ഞങ്ങൾക്ക് നഷ്ടം പറ്റരുത്, അതിന് ഞങ്ങൾ സുരക്ഷിതായിരിക്കണം, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ കാർഷിക ഭൂമികൾ, ഇതൊന്നും അവർ കയ്യേറാതിരിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ അവരുമായിട്ട് ഒരു ലിങ്ക് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ അവരിലെ പലരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ച ദുർബല വിശ്വാസികൾ ഉണ്ടായിരുന്നു. അള്ളാഹു പറയാണ്, നിങ്ങൾ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കരുത്. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഓൾക്ക് അള്ളാന്റെ അടുത്തൊന്നും ഒന്നുമില്ല, ഇല്ല. ഇല്ലാൻ തത്തഖൂ മിൻഹും തുഖാത. ഇനി ആരെങ്കിലും കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അത് വേറൊരു കാര്യമാണ്. കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അത് വേറൊരു കാര്യമാണ്. കാരണം ഇസ്ലാമിക സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ, അള്ളാഹുവിനെ തന്നെ വലിയായി സ്വീകരിക്കെ, മുഅ്മിനീങ്ങളുമായിട്ട് തന്നെ ആത്മബന്ധങ്ങൾ പുലർത്തവേ, അവരുടെ നാശവും അവരിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും തടുക്കാൻ വളരെ ബോധപൂർവമായ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ അത് അവരോടുള്ള ആത്മബന്ധമോ അവരോടുള്ള വിലായത്ത്, അവരെ വലിയായി സ്വീകരിക്കലോ ആവാൻ പാടില്ല. ഒരു പശ്ചാത്തലം പറഞ്ഞിട്ടുള്ളൂ. അടുത്തൊരു പശ്ചാത്തലം പറയാം. അതെന്താന്ന് വെച്ചാൽ, അൻസാരികൾ ആയവരിൽ ചിലർ, അൻസാരികൾ എന്ന് പറഞ്ഞാൽ ആരാ? മദീനയിലുള്ള മുഹാജിറുകൾ, മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ സഹായിച്ച മദീനയിലുള്ളവർ, അവർക്ക് വലിയ സ്ഥാനാണ്. അവരിൽ ചിലര് കഅബ് ബിൻ അഷ്റഫ് തുടങ്ങിയ ജൂതന്മാരുമായി ആത്മബന്ധം സ്ഥാപിച്ചു. അല്ലാത്ത ഒരു മൈത്രി ബന്ധം, ഒരാത്മബന്ധം സ്ഥാപിച്ചു. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകള് അൻസാരികളെ ഉപദേശിച്ചു, വേണ്ടട്ടോ, ഇങ്ങനെ ചെയ്യരുതട്ടോ, ഇത് അപകടമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ആ സന്ദർഭത്തിലാണ് അള്ളാഹു തന്നെ വഹി ഇറക്കിയത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മുഅ്മിനീങ്ങളെ വിട്ടിട്ട് കാഫിരീങ്ങളുമായിട്ട് ഈ ആത്മബന്ധം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വേറെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഉബാദത്ത് ബിൻ സ്വാമിത്ത് എന്ന് പറയുന്ന അൻസാരിക്ക് ജൂതന്മാരായ ആളുകളുമായിട്ട് ഒരു സഖ്യം ഉണ്ടായിരുന്നു. പല നിലക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാവൂല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്റെ കൂടെ 500 യഹൂദികളുണ്ട്, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ യുദ്ധത്തിന് എന്റെ കൂടെ അവർ വരാൻ തയ്യാറാണ്, ഞാൻ വിളിച്ചാൽ വരുന്ന ആൾക്കാരാണ്.
അതുകൊണ്ട് നമുക്ക് അവരോട് സഹായം തേടാം. ശത്രുക്കൾക്കെതിരെ ബലിന്റെ കൂടെ നിൽക്കും. ഞാൻ വിളിച്ച വരും. ഇയാൾക്ക് അവരായിട്ട് അത്രയും ബന്ധമാണ്. അപ്പൊ അത്രയും ബന്ധമായതുകൊണ്ട് അയാൾക്കുള്ളൊരു ഉറപ്പാണ് എന്ത്, ഞാൻ വിളിച്ചാല് അവര് വരും. അപ്പോ നമുക്ക് ഓരോ സഹായം തേടാന്ന് നബിസ്വല്ലം അത് അംഗീകരിച്ചില്ല, വേണ്ടെന്നാണ്, അങ്ങനെ ഓരോ വിളിക്കണ്ടെന്ന്. പിന്നീട് മനസ്സിലായി അവര് ഗൂഢമായി ശത്രുക്കളെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നു അഹ്സാബിൽ. അപ്പൊ അവര് വിളിച്ചിരുന്നെങ്കിൽ എന്തിനു പറ്റും, ചതിക്കും. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ചതിക്കും. അപ്പൊ അതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞത് വളരെ നന്നായി. ഇനി ഇങ്ങനെ വേറൊന്ന് പറയാം. ഹാത്തിം ഇബ്നു അബീ ബൽത, നിങ്ങളാരും കേട്ടിട്ടുണ്ടോ പേര്? കേട്ടിട്ടുണ്ടെങ്കിൽ ആ പറയണല്ല, എല്ലാവരും കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്ക? ഇങ്ങനെ കേൾക്കുമ്പോ ഒരു സഹാബിയൊക്കെയാന്ന് തോന്നൂലേ? ഇങ്ങനത്തെ പേരൊക്കെ കേൾക്കുമ്പോഴേ അങ്ങനത്തെ ഒരു പരിചയം അല്ലേ? അദ്ദേഹം ഖുറൈശികളിൽപ്പെട്ട ആളായിരുന്നില്ല. അദ്ദേഹം വേറൊരു ഗോത്രമായിരുന്നു. പക്ഷെ അദ്ദേഹം വിശ്വാസിയാണ്. അദ്ദേഹം താമസിക്കുന്നത് ഇപ്പൊ മദീനയിലാണ്. ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. മക്ക വിജയഘട്ടമാണ് സന്ദർഭം. അങ്ങനെ പോയാൽ എന്താണ് സംഭവിക്കുക? മക്ക മദീനയുടെ ഭാഗമാകും, അല്ലെങ്കിൽ മദീനയ്ക്ക് കീഴടങ്ങും. ഇതാണല്ലോ സംഭവിക്കുക. ഇന്നത്തെ മക്കയും മദീനയും വിചാരിക്കരുത്, അതൊക്കെ ഇപ്പൊ സൗദി അറേബ്യന്റെ ഭാഗമാണ്. അന്ന് അങ്ങനല്ല, അന്ന് രണ്ട് രാജ്യമാണ്. മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സംവിധാനം, ഭരണ സംവിധാനമാണ് മദീന. മക്കയിലുള്ളത് അപ്പോഴും ആരാണ്? ഖുറൈശികളാണ്. അവിടെ അവരുടേതായ രീതിയിലാണ്. ഈ മക്ക വിജയത്തോട് കൂടിയിട്ടാണ് എന്താവുന്നത്? അവരെ മാറുന്നത്. മുസ്ലിങ്ങളായിട്ട് അവിടെ അല്ലാതെയും കുറെ ആളുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാര് മക്കത്ത് താമസിക്കുന്നുണ്ട്. ഹാത്തിം ഇബ്നു അബീ ബൽതയുടെ കുടുംബക്കാര് എവിടെ ഉണ്ട്? മക്കയില്. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, നബിയും സഹാബത്തെല്ലാം കൂടി ഇപ്പോ അങ്ങോട്ട് പോയാല് അവിടെ ഖുറൈശികളൊക്കെ കൂടി എന്താക്കും? ഖുറൈശികളല്ലാത്ത ഈ കുടുംബക്കാരെ ഉപദ്രവിക്കും. അപ്പൊ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മക്കത്തേക്ക് പോകാൻ വേണ്ടി ഉള്ള തീരുമാനം, അത് രഹസ്യമായ തീരുമാനമാണ്. അത് ഒരു കത്ത് തയ്യാറാക്കി കുടുംബക്കാർക്ക് മൂപ്പർ കൊടുത്തയച്ചു. ഇസ്ലാമിനെ തകർക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. നബിയെ തോൽപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. ഇനി ഒരു വേള ഈ കത്ത് അവർക്ക് കിട്ടിയാലും ഈ രഹസ്യം അവരറിഞ്ഞാലും അവർക്ക് നബിയെയും മദീനയും തോൽപ്പിക്കാനുള്ള പ്രാപ്തി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇത് പറഞ്ഞു പോയാലും എന്തില്ല, എന്തെങ്കിലും ഒരു നാശമൊന്നും ഇവിടെ വരാൻ പോണില്ലല്ലോ എന്ന് മൂപ്പര് കരുതിയിട്ട് കത്ത് കൊടുത്തയച്ചു. ഈ കത്ത് അന്ന് പോസ്റ്റ് ഓഫീസ് കൊണ്ടിട്ട അവിടെ കിട്ടുമൊന്നുമില്ല. മെയിൽ അയക്കാൻ പറ്റുമോ? വാട്സപ്പും ഇല്ല. അപ്പോ മദീനയിൽ നിന്ന് മക്കത്തേക്ക് പോകുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്. ഒരു പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് മൊത്തം പെണ്ണുങ്ങളെ ബഹുമാനിക്കുന്നുണ്ടാ അല്ലെ? പെണ്ണെന്ന് പറഞ്ഞാൽ മതി. അപ്പോ അവരെടുത്താണ് കൊടുത്തയച്ചത്. അങ്ങനെ കൊണ്ടുപോയി രഹസ്യമായി ഇവരുടെ കുടുംബത്തിൽ ഇത് കൊടുത്താൽ 10 ദിനാർ, സ്വർണ്ണ നാണയാണ് ദിനാർ, അത് ഇവർക്ക് പ്രതിഫലമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാരും അറിയില്ല. രഹസ്യമായിട്ട് ചെയ്തൊരു പണിയാണ്. ആ ആ
അപ്പോ പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന വിവരം കൊടുത്തു. ഇതിപ്പോ നമ്മൾ തമ്മിലല്ലേ അറിയാത്തത്, അവിടെയായിട്ടുള്ള കണക്ഷനിൽ അറിയാത്തതായിട്ടൊന്നും ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണ് കൂടെ ഉണ്ടാവും, ഓളത്തൊരു കത്തുണ്ട്, അതുമായി കൊണ്ടുവരിക. അങ്ങനെ ഇവര് കുതിച്ച് വഴിയിലെത്തി ഇവരോട് ചോദിച്ചു, ആ കത്തെടുക്കും. ഏത് കത്ത്, എന്ത് കത്ത്, ആര് തന്നൊക്കെ പറഞ്ഞു നോക്കി ആദ്യം. അപ്പോ ഇവര് പിന്നെ ബാക്കി പറഞ്ഞപ്പോ അതിന് മനസ്സിലായി ഇത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ മുടിന്റെ ഉള്ളിൽ തിരികെ വെച്ച ആ കത്ത് എടുത്തു കൊടുത്തു. ഈ പെണ്ണുങ്ങളെ മുടി കൊണ്ട് പല ജാതി സംഗതിയുണ്ട്, അത് വേറൊരു മുടിയല്ല. അതുകൊണ്ടാണ് ഇത് മൂടി മറിച്ച് നടക്കരുത് എന്ന് പറയണേ. കാരണം ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് മുടി മറക്കണ ആളെ കാണുമ്പോൾ ഇങ്ങനെ എന്തോ ചെയ്ത് എന്ന് വിചാരിക്കും. അവനാന്റെ സ്വഭാവം മറ്റുള്ളവർക്ക് ഉണ്ടെന്നാണല്ലോ വിചാരിക്കും. അപ്പോ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെല്ലോ ഉണ്ട് എന്ന് പോലെ അങ്ങ് വിചാരിക്കും. നമ്മളെ മുടിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് ഓർക്ക് അറിയില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ പെണ്ണ് മുടിയുടെ ഉള്ളിൽ നിന്ന് ഈ കത്തെടുത്ത് കൊടുത്തു. അപ്പോ അത് എന്നിട്ട് പിന്നെ ഇദ്ദേഹം തൗബ ചെയ്യും ഒക്കെ, അത് വേറൊരു വിഷയമാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ആത്മമിത്രവും സഹായികളുമായിട്ട് ആരെ കാണരുത്? നിഷേധികളെ കാണരുത്. സംഗതി നിങ്ങളെ അളാപ്പയാണ്, മൂത്താപ്പയാണ്, അമ്മോനാണ്, അമ്മായിയാണ്, നാത്തൂനാണ്, അമ്മായിമ്മയാണ്, നിങ്ങൾക്ക് പലതുമാണ്, നിങ്ങളെ പോറ്റിയ ആളാണ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്തെന്ന ആളാണ്, എല്ലാം ശരിയാ, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ശരിയൊക്കെ ഉള്ളതോടൊപ്പം അവരാരുടെ കൂട്ടത്തിലാണ്? അവർ ഇസ്ലാമിക സമൂഹത്തിന് ഖൈറുണ്ടാവാൻ വേണ്ടി പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിലല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ആത്മബന്ധം പുലർത്തരുത്. ആത്മബന്ധം പുലർത്തിയാലുള്ള പ്രശ്നമാണ് അതൊക്കെ. അപ്പം വിവരം അവിടെ കൊടുക്കണം തോന്നും. അങ്ങനെ രഹസ്യങ്ങൾ പുറത്താകും, നീക്കങ്ങൾ പുറത്താകും, തന്ത്രങ്ങൾ വെളിവാകും. വളരെ രഹസ്യമായിട്ട് കമ്മിറ്റിയിലെടുത്ത് തീരുമാനമായിരിക്കും, അതൊക്കെ ആടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോ ഈ ആത്മബന്ധം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അത് മുഅ്മിനീങ്ങളുമായിട്ടാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഉണ്ടായി വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ബോധപൂർവം ചിലർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വലിയ എന്നതിനെ കുറിച്ച് ഖുർആനിലെ വേറെ ചില സ്ഥലത്ത് പറഞ്ഞത് കൂടി ഉദാഹരണമായിട്ട് പറയാം. അതിലൊന്ന് നിങ്ങൾ പഠിച്ച സൂറത്തുൽ ബഖറയിലെ 257 ആയത്താണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത്-ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത് ഉലൈക അസ്ഹാബുൻ-നാരി ഹും ഫീഹാ ഖാലിദൂൻ. അള്ളാഹു വിശ്വസിച്ചവരുടെ രക്ഷകനാണ്. അവൻ അവരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ താഗൂത്താണ്. അവർ അവരെ നയിക്കുന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുളുകളിലേക്കാണ്. അപ്പോൾ നയിക്കുന്ന ഒരാൾക്കാണ് വലിയ എന്ന് പറയാൻ മനസ്സിലായി. നിശ്ചലമായി നിൽക്കുന്ന ഏതെങ്കിലും ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ മാത്രമല്ല, വെളിച്ചത്തിൽ നിന്ന് ഇരുളുകളിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞ നേതാവല്ലേ? നയിക്കുന്ന ആൾക്കാണ് നേതാവ് എന്ന് പറയും. അങ്ങനെ നയിക്കുന്നതിനെയാണ് താവൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ നയിക്കുന്നത് എങ്ങോട്ടാണ്? വെളിച്ചത്തിൽ നിന്ന് ഇരുളുകളിലേക്കാണ്. അപ്പോൾ നിഷേധികളുടെ വലിയ അല്ലല്ല താവൂത്താണ്.
താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് എന്നല്ല, ആ ശൈത്വാനീയത്തിലൂടെ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, അത് ചിലപ്പോ ആൾ ദൈവങ്ങളാവാം, നേതാക്കന്മാരാകാം, സ്ഥാപനങ്ങളാകാം, പ്രസ്ഥാനങ്ങളാവാം, എന്തുമാവാം. ഇനി വേറൊരു ബന്ധം പറയുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ മുഅ്മിനീങ്ങൾ തമ്മിലാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തി ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സൂറത്ത് തൗബ 71. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാത വയുഅ്തൂന അസ്സകാത വയുതീഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. വിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം ആത്മമിത്രങ്ങളും സഹായികളുമാകുന്നു. എന്തിനു വേണ്ടി? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും, നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും. നിസ്കരിക്കാനല്ല കേട്ടോ, നിസ്കാരം വ്യവസ്ഥാപിതമായി നിലനിർത്താൻ ആണ് യുഖീമുന സ്വലാത്ത്. സക്കാത്ത് നൽകാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ, റസൂലിനെ അനുസരിക്കാൻ വേണ്ടി പരസ്പരം വലിയുകളാണ്. ആര്? ആര്? മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറെ കുടുംബക്കാരൊക്കെ ഉണ്ടാവും, അയൽവാസികളുണ്ടാവും, കൂടെ പഠിച്ചവരുണ്ടാവും. ഇവരൊന്നും തമ്മിലുള്ള ബന്ധം വലിയ എന്ന നിലക്കുള്ള ബന്ധമല്ല. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി പറയാം. എന്നാൽ മുഅ്മിനീങ്ങൾ അല്ലാത്തവരുമായി നമുക്ക് ബന്ധമാകാമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ ആയത്ത് വെച്ച് ചില ആളുകള് മുഅ്മിനീങ്ങളല്ലാത്തവരോട് ഒരു ബന്ധവും പാടില്ല എന്നങ്ങ് പറഞ്ഞു കളയുന്നു. അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക 60-ാം അധ്യായം എടുക്കുക, അൽ മുംതഹിൻ, അതിൽ 8-ാമത്തെ ആയത്ത് എടുക്കുക. അള്ളാഹു പറയാണ്, ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല, അനില്ലദീന, ഒരുത്തരെ സംബന്ധിച്ച്, ലം യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല, ഫിദ്ദീൻ, ദീനിന്റെ പേരിൽ, വലൻ യുഖ്രിജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയിട്ടുമില്ല, മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്. ഒരു കൂട്ടരെ കുറിച്ച് അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല, നിരോധിക്കുന്നില്ല. ആ കൂട്ടരാരാണ്? അവർ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുമില്ല, നിങ്ങളെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ പണിയെടുത്തിട്ടുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അൻ തബറൂഹും, നിങ്ങൾ നന്മ ചെയ്യുന്നതിനെ, വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾ നീതി കാണിക്കുന്നതിനെ, ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നില്ല. അപ്പോ നിങ്ങളെ വാപ്പ ജാഹിലാന്ന് വിചാരിക്കാം. എന്താ ജാഹില് പറഞ്ഞാല്? നമ്മളിപ്പോ ജാഹില് എന്ന് പറയുമ്പോ നമുക്കൊരു ചീത്തപ്പേരായിട്ടാണ് പറയാറ്. പടു ജാഹില് എന്നൊക്കെ ചിലപ്പോ വിളിക്കും ആൾക്കാർ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ജാഹില്? അറിവില്ലാത്ത. ഞാൻ അതിങ്ങനെ ഒന്നും പറയാം പെട്ടെന്ന്, എല്ലാവരും ശ്രദ്ധയിലുണ്ടായിക്കോട്ടെ. നമ്മുടെ ദുനിയാവിലുള്ള സ്ഥാനം അള്ളാഹുവിന്റെ ഖലീഫ എന്നുള്ളതാണ്. ഇനി ജാഹിലും ഫിൽ അർദി ഖലീഫ, ഖിലാഫത്ത്. അങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് ജാഹിൽ.
ഞാൻ അള്ളാന്റെ ഖലീഫയാണെന്നും എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടെന്നും ഞാൻ ദുനിയാവിൽ അള്ളാന്റെ നിയമം പാലിച്ച് നടക്കേണ്ട ആളാണെന്നൊന്നും അറിഞ്ഞുകൂടാത്ത തന്നെ അന്ത് ജാഹില്. അതെനിക്ക് അറിയാം. അള്ളാന്റെ ഖലീഫയാണ് ഞാൻ എന്നും അള്ളാന്റെ നിയമം ഞാൻ പാലിക്കേണ്ടത്, അത് നടപ്പിലാക്കാനാണ് ഞാൻ പണിയെടുക്കേണ്ടത്, അതിനാണ് ഞാൻ അധ്വാനിക്കേണ്ടതെന്ന് എനിക്ക് അറിയാം. ഞാൻ ചെയ്യൂല. ഓനെ കാപ്പർ. ഞാൻ അള്ളാന്റെ ഖലീഫയാണ്, അവന്റെ നിയമം നടപ്പിലാക്കേണ്ട പണിയാണ് എനിക്കുള്ളത്, ഞാൻ അതിന്റെ സ്ഥാപനത്തിനാണ് പണിയെടുക്കേണ്ടത് എന്ന് അറിഞ്ഞ് അംഗീകരിക്കണവനാണ് മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ. ഞാൻ അള്ളാന്റെ ഖലീഫയാണ് എന്ന് അറിയുകയും അത് നടപ്പിലാക്കാൻ പണിയെടുക്കാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വാദിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നവനാണ് മുനാഫിഖ്. ഞാൻ അള്ളാന്റെ ഖലീഫയാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാന്റെ നിയമങ്ങൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ വേണ്ടി അതീവ ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും പണിയെടുക്കുന്നവനാണ് മുത്തഖി. മനസ്സിലാവുന്നു? ഞാൻ അള്ളാഹുവിന്റെ ഖലീഫയാണെന്ന് മനസ്സിലാക്കി അവന്റെ നിയമങ്ങൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്ന പണി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവനാണ് മുഹ്സിൻ. അപ്പൊ ആരാണ് ജാഹില്? അള്ളാഹുവിന്റെ ഖലീഫയാണ് ഞാന്, അള്ളാഹുവിന്റെ നിയമമാണ് ഈ ഭൂമിയിൽ നടപ്പിലാക്കേണ്ടത്, അതിനുവേണ്ടിയാണ് ഞാൻ പണിയെടുക്കേണ്ടത്. പക്ഷെ ഞാൻ അള്ളാഹ് അല്ലാത്തവർക്ക് കീഴ്പ്പെടും, അവനല്ലാത്തവരുടെ കൽപ്പനകൾ നടപ്പിലാക്കാനും അവനല്ലാത്തവർക്ക് വേണ്ടി പണിയെടുക്കാനും ഞാൻ തുനിയും എങ്കിൽ അതാണ് മുശ്രിക്. നിഷേധിക്കണോനാ കാത്തു. ജാഹിൽ എന്ന് പറഞ്ഞത് അറിഞ്ഞുകൂടാത്ത, അറിയാന്നുള്ള വലിയൊരു സംഗതിയാണ്. ഏറ്റവരൊക്കെ ഇഷ്ടം പോലെ അറിയാത്തവരുണ്ടല്ലോ. അറിയാത്തവരല്ലേ ഉള്ളത്. അറിയുന്നവരാരാ ഉള്ളത്? അറിയണവര് കുറവായിരിക്കും. അറിയുന്നവര് സമുദായത്തിലുണ്ടാവും ധാരാളം. സമുദായത്തിനകത്ത് അറിയാത്തവര് കുറവായിരിക്കും. അപ്പൊ സമുദായത്തിന്റെ അകത്ത് മിക്കവാറും കാഫറുകളായ ആളുകളാണ് സമുദായത്തിനകത്ത് ഉണ്ടാവാനാണ് സാധ്യത. കാരണം അവർക്ക് അറിഞ്ഞിട്ടാണ് അവരങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മളൊരു അയൽവാസി മുഅ്മിനല്ല, പക്ഷെ അയാളുമായി അയൽവാസി എന്ന നിലയിലുള്ള ബന്ധം ഉണ്ടാകണം. അതിന് മുഅ്മിനാവണമെന്നില്ല. നമ്മളൊരാളുടെ വാപ്പ ചിലപ്പോ മുഅ്മിനായിരിക്കൂല, കാഫിറാകാം, ജാഹിലാവാം, മുശ്രിക്കാവാം, മുനാഫിക്കാവാം, അങ്ങനെ പലതും ആവാം. വാപ്പ എന്നുള്ള നിലക്കുള്ള ബന്ധം പറ്റി. പക്ഷേ നേരത്തെ പറഞ്ഞ വലി എന്നുള്ള നിലക്കുള്ള ബന്ധം പറ്റൂല. നമ്മളെ കുടുംബക്കാരോട് കുടുംബ ബന്ധം പറ്റും, വലി എന്ന നിലക്കുള്ള ബന്ധം പറ്റൂല. അപ്പൊ ഇവിടെ നടക്കണമൊക്കെ അവിടെ പോയി പറഞ്ഞു കൊടുക്കരുത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടിയാലോചനകളിൽ, കമ്മിറ്റികളിൽ, തീരുമാനങ്ങളിൽ ഉള്ള സംഗതികൾ ആത്മബന്ധം അവരുമായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കും. ആത്മബന്ധം ഉണ്ടായാൽ വാപ്പ എന്നുള്ള ആൾക്ക് ബന്ധം വേണം. വാപ്പ വരുമ്പോൾ എണീറ്റിക്കണം, വാപ്പാനെ മുന്നിൽ നടത്തണം, ഭക്ഷണം കഴിക്കുമ്പോൾ വാപ്പ തുടങ്ങിയിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വാപ്പയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പൊ ആരാ ചെയ്യുന്നത്? ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ചെയ്യേണ്ടതിനാണ് ഇസ്ലാം എന്ന് പറയാം. അപ്പോ അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട്. ഗുരുനാഥൻ നമുക്ക് കണക്ക് പഠിപ്പിച്ചൊരു മാഷ്, ഇംഗ്ലീഷ് പഠിപ്പിച്ചൊരു മാഷ്, ഈ പ്രിൻസിപ്പൾ പറഞ്ഞാൽ അതിൽ ഇംഗ്ലീഷ് അല്ല, ശരിക്കുള്ള ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഷന്മാരൊക്കെ ഉണ്ടാവും. ഓലോടൊക്കെ നമുക്ക് നല്ല ബന്ധം വേണം, ബഹുമാനം വേണം, ആദരവ് വേണം, അവരെ കണ്ടാൽ എണീറ്റ് കൊടുക്കണം, ഒക്കെ വേണം. പക്ഷെ വലിയല്ല. അപ്പൊ നമ്മളല്ലാത്തവരുമായിട്ട് ബന്ധം മുറിക്കേണ്ടവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഈ ആയത്ത് വെച്ചിട്ട്. അത്രേ ഉള്ളൂ.
ഇല്ല, പറഞ്ഞില്ല. ആ. അള്ളാഹുവിന്റെ വലിയകളായ മുഅ്മിനീങ്ങൾ വലിയായിട്ട് മുഅ്മിനീങ്ങളല്ലാത്തവരെ സ്വീകരിക്കരുത്. അങ്ങനല്ലാത്ത ബന്ധങ്ങളൊക്കെ നമ്മൾ മുറിക്കാൻ പാടില്ല. അയൽവാസിയാണെങ്കിൽ അയൽവാസി എന്നുള്ള ബന്ധം വേണം. മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കൾ എന്നുള്ള ബന്ധം വേണം. ഭാര്യയാണെങ്കിൽ ഭാര്യ എന്നുള്ള ബന്ധം വേണം. ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് പരസ്പരം ബന്ധം മുറിക്കാൻ പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇതിനെ വെച്ചിട്ട് ബന്ധം ഉണ്ടാവരുത് എന്ന് പറയുന്നവരുണ്ട്. അതെ, ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് വ്യക്തമായി വീണ്ടും പറയണത്. മുസ്ലിങ്ങളോടല്ലാതെ ബന്ധം ഉണ്ടാക്കരുത് ഖുർആൻ ഉണ്ട് എന്നൊക്കെ ഈ ആയത്തോതി പറയലുണ്ട്. ചില നാസ്തികരായ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മൾ അവർക്ക് ഖുർആൻ തന്നെ ഓതി കൊടുക്കുകയാണ്. ആ ഖുർആനിലാണ് ഈ ആയത്ത്, മുംതഹിനയിലെ ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഖുർആൻ തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങളോട് അള്ളാഹു വിലക്കിയിട്ടില്ല, നിങ്ങൾ ആരുമായിട്ട് വിട്ടു നിൽക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി, അവരോട് നിങ്ങൾ പോയിട്ട് വേറെ സ്നേഹബന്ധം കാണിക്കുന്നത് പിന്നെ ഏത് സമൂഹമാണ് ചെയ്യാം? ഇത് ന്യായമല്ലല്ലോ. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പണിയെടുത്തവർ എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കിപ്പോ ശരിക്കും പൗരത്വ പ്രക്ഷോഭ കാലത്ത് തിരിയും. ഓരോട് പോയിട്ട് മുഹബത്തുമായിട്ട് പോകണ്ട. കാരണം എന്താന്ന് വെച്ചാൽ അത് കൃത്യമാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണ ഏത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ഏത് ചിന്താഗതിയുള്ള ആളാണെങ്കിലും അവരുമായിട്ടുള്ള മൈത്രി ബന്ധങ്ങൾ മുറിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. അവർക്ക് വെള്ളം കൊടുക്ക, ഓരോരുത്തരും വെള്ളം വാങ്ങാ, ഓർക്ക് ജോലി കൊടുക്ക, ഓരോരുത്തന്ന് നമുക്ക് ജോലി സ്വീകരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് പടയെങ്കിൽ ജൂതന്റെ കയ്യിലായിരുന്നു പണയം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാല് ആ ഇടപാടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പക്ഷേ മുഅ്മിനല്ലാത്ത ഒരാളെ നിങ്ങൾ നിങ്ങളുടെ വലിയായിട്ട് കാണരുത്. വലിയായിട്ട് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾ നയിച്ചോളൂ, ഞങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചോളാം എന്ന് പറയരുത്. കാരണം അവര് നിങ്ങളെ നയിക്കുക വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ്. മിനൻ നൂരി ഇലൽ ദുലുമാത്ത്, ഇരുട്ടുകളിലേക്ക് നയിക്കുന്നവരെ നിങ്ങൾ എന്താക്കരുത്? വലിയ. അപ്പൊ അത് ആണ് പറഞ്ഞത്. ഇനി 9-ാമത്തെ ആയത്തിൽ പറയുന്ന ഒന്നുകൂടെ വ്യക്തമാക്കി തരാണ്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖറജൂകും മിൻ ദിയാരികും. കേട്ടോ, അള്ളാഹു അത് വ്യക്തമാക്കി തരികയാണ്. എന്താണ് പറയുന്നത്? ദീനിന്റെ പേരിൽ നിങ്ങളോട് പൊരുതുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കാൻ പരസ്പരം സഹായിക്കുകയും ചെയ്തവരെ ആത്മമിത്രങ്ങളാക്കുന്നത് മാത്രമാണ് അള്ളാഹു വിലക്കിയിട്ടുള്ളത്. ഇനി അതിൽ നിങ്ങൾക്ക് അവ്യക്തത ഒന്നും വേണ്ട. ആരാണോ വമയ്യതവല്ലഹും, അവരെ ആത്മമിത്രങ്ങളാക്കുന്ന ആളുകൾ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവരക്രമികളാണ്. അപ്പൊ ഈ ജാതി മനുഷ്യന്മാരുണ്ടാവും. അവരെ ആത്മമിത്രങ്ങളാക്കുക, വലിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയാക്കുന്നവർ ളാലിമുകളാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. ഇതൊന്നും ഓതാനും പഠിക്കാനും മാത്രമല്ല കേട്ടോ, ഇതൊക്കെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട സംഗതികളാണ്. അപ്പൊ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ആയത്തുകളൊക്കെ ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബൗദുഹും ഔലിയാ ബഅദ്, നിങ്ങൾ യഹൂദരെയും ക്രൈസ്തവരെയും വലിയുകളാക്കരുത്. കാരണം അവർ തമ്മിൽ തമ്മിൽ വലിയുകളാണ്. നിങ്ങൾ അവരെന്താക്കരുത്? വലിയാക്കരുത്.
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന. ഇതേ ആശയത്തിലുള്ള വേറെ ഒരായത്താണ് സൂറത്തു നിസായിലെ 144-ാമത്തെ ആയത്ത്. ഇപ്പൊ നമ്മള് ആലിമ്രാനിൽ 28 എന്ന് പറഞ്ഞ അതേപോലുള്ള ഒരു വാക്യാണ് അവിടെയും പറയുന്നത്. വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കരുത്. നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അള്ളാഹുവിന്റെ വ്യക്തമായ ന്യായങ്ങൾ ഉണ്ടായി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അപ്പൊ നിങ്ങൾക്കെതിരെ അള്ളാഹിന്റെ അടുത്ത് നടപടി ഉണ്ടോ? അത് ആത്മമിത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് തെറ്റിദ്ധാരണന്റെ പ്രശ്നം വരിക. ആത്മമിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവര് ആയിട്ട് ചങ്ങാത്തം കൂടരുത്, ഫ്രണ്ട്സ് ആക്കരുത് എന്നല്ല. ഫ്രണ്ട്സ് ലിസ്റ്റിൽ അവരുണ്ടാവരുത് എന്നല്ല. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് പറയാതിരിക്കണം, അതാണ് നല്ലത്. പക്ഷെ അതിനൊരു മലയാളം എന്താ പറയാ, ഒറ്റ വാക്ക്. അതാണ് പ്രശ്നം. കൈകാര്യകർത്താക്കൾ, അത് നല്ല വാക്കാണ്, അത് ഉപയോഗിക്കാം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയും. വലിയ ആക്കരുത് എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവെന്ന് വിചാരിക്കാം. മറ്റൊരു തെറ്റിദ്ധാരണ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ നമുക്ക് തിരിയോ? മറ്റൊരു തെറ്റിദ്ധാരണ ഒരു പ്രശ്നം തന്നെയാണ്. അതെ, അത് അതിനല്ല നമ്മളവിടെ ആത്മമിത്രം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ സംഭവം. ആ ബന്ധം ഞാനിപ്പോ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കാണിച്ചു തന്ന സഹവർത്തിത്വത്തിന്റെ മാതൃകകളുണ്ട്. അവർ തമ്മിൽ ഇടപാട് നടത്തിയിട്ടുണ്ട്, അവർ തമ്മിൽ അഭയപ്പെടും. നബി, നിങ്ങൾ ബാലന്തിനൊക്കെ പറയണേ, നബിന്റെ സംരക്ഷണം അബൂ താലിബിനല്ലേനു. അബൂ താലിബ് മുഅ്മിനല്ലല്ലോ. നബി നിങ്ങൾ മുഅ്മിനല്ലാത്തതുകൊണ്ട് ഇന്നെ നോക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനെ നബിയെ നയിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അബൂ താലിബ് പറഞ്ഞല്ലോ, മോനെ ഈ എന്നെ പ്രയാസപ്പെടുത്തല്ല. ഈ ഇവരെല്ലാരും കൂടി വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നു, ഈ എന്നെ പ്രയാസം, എനിക്ക് വയസ്സായി വരികയാണ്, എനിക്ക് ഇതെല്ലാം കൂടി താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ പ്രയാസപ്പെടുത്തല്ല എന്ന് പറഞ്ഞപ്പോൾ നബി എന്താ പറഞ്ഞത്? എന്റെ വലത് കൈയിൽ സൂര്യനെ ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചെന്നാൽ ഞാനത് ഒഴിവാക്കൂല കേട്ടോ. സ്നേഹമില്ലായിട്ടല്ല, ബഹുമാനമില്ലായിട്ടല്ല, ഇതുവരെ നോക്കിയതിന് നന്ദിയില്ലായിട്ടുമല്ല. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ തീരുമാനം നിങ്ങൾക്ക് ഇല്ല. അതാണ് വലിയ എന്ന് പറയുന്നത്. അതെ. അതെ, അതിനുവേണ്ടിയാണ് ഈ സൂക്ഷ്മത, അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ജാഗ്രത പാലിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്. ശത്രുത പരത്തുക എന്നതല്ല ഇതിന്റെ ഉദ്ദേശം. ഓരോരുത്തരോടുമുള്ള നമ്മുടെ സമീപനം അവരെ മനസ്സിലാക്കിക്കൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടും ആയിരിക്കണം എന്നതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു നാസ്തികനോ ആകുന്നതിനെ ഇസ്ലാം വിരോധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ആവാം. അതേ സമയത്ത് നിങ്ങളെ നയിക്കാനും നിങ്ങളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നിങ്ങളെല്ലാ കാര്യങ്ങളും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന, എല്ലാം വരമേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ
അങ്ങനെയുള്ളവരെ നിങ്ങൾ സ്വീകരിക്കരുത്. ആദർശമാണ് പ്രശ്നം. മതനിരാസ ആദർശമുള്ള ഒരാളെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകൂലേ? എന്താ സംശയം? നിങ്ങൾ ആരെ അനുസരിച്ചുകൊണ്ടാണ്, ആരെ മാതൃകയാക്കിക്കൊണ്ടാണ്, ആരെ പിൻപറ്റിക്കൊണ്ടാണ് ജീവിക്കുന്നത്? അത് ദീനില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾ വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നവർക്ക് നിങ്ങളുടെ രീതി മാറും, നിങ്ങളുടെ സ്വഭാവത്തിൽ അത് മാറും. നിങ്ങൾക്ക് നിസ്കാരം ഉണ്ടാവും, നോമ്പും സക്കാത്തും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ആ ഒരു മതനിരാസത്തിൻ്റെതായ സാമൂഹിക ക്രമത്തിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും. ആ അതെ, വഖഫ് കൈകാര്യം ചെയ്യുന്നിടത്ത് ഇപ്പൊ നമ്മള് ഈ ഭേദഗതി നിയമം പറയുന്നത് എന്താണ്? അല്ലാത്തവർ വേണമെന്നാണ്. അല്ലാത്തവരുണ്ടാവുമ്പോ പിന്നെ ഇത്തരത്തിലുള്ള പല സംഗതികളും വരും. ആവട്ടെ, എന്തോ ചോദിക്കാൻ പോയി നിങ്ങള്? എന്താണ്? ആ വിവാഹത്തിന് ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്നതിന് പ്രശ്നമല്ല. പക്ഷെ ഇവന്റ് മാനേജ്മെന്റ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രശ്നം. ആ ഓലാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആണ് പ്രശ്നം. നമ്മളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാം, ഇപ്പോ മെഗാസ്റ്റാർ മമ്മൂട്ടി ഭയങ്കരമായൊരു നടനല്ലേ? അയാള് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാരാ? സംവിധായകനാണ് അല്ലേ? നിങ്ങൾ പാത്രം തേച്ച് കയറണം, ബാത്റൂം കയറണം, അതാണ് അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ മൂപ്പര് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ് ഒക്കെ ചെയ്യും. ഇയാൾ ബാത്റൂം കയറി ആണെന്ന് ചോദിച്ചിട്ട് നിൽക്കൂല. തീരുമാനം ആയിരിക്കാണ്? ഡയറക്ടർക്ക്. ഇപ്പൊ ഒരു ഡയറക്ടർ പറയാണ് ഇല്ല മമ്മൂക്ക പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ സിനിമ അല്ല അല്ലെ? നമ്മൾ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പറയണം എന്ത്, നിങ്ങൾ ഇന്നടത്ത് നിൽക്കണം, ഇന്നത് ചെയ്യണം എന്ന് ഓൽക്ക് നമ്മൾ വിവരം കൊടുത്താൽ നമ്മൾ മേലെ ആയിരിക്കും. അത് പ്രശ്നം. ഇത് അവര് നമ്മക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് തെറ്റും. അത്രേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ നമുക്ക് അതിനുള്ള റോൾ ഉണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോ നമ്മളെ ക്ലാസ്സിൽ ഈ ആയത്തിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം, ഗൗരവത്തിൽ മനസ്സിലാക്കണം. ആ ആ ആ ആ ഓരോരുത്തരുടെ ഇസ്ലാം എത്രയാണ്? ആ ആ അതെ, അതും കൂടി സൂക്ഷിക്കുക. അതായത് നമ്മളിപ്പോ മൊത്തത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്, മുസ്ലിം എന്ന് പറയുന്നതൊക്കെ സമുദായത്തിനാണ്. ഖുർആനോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോ ഒരു സമുദായം എന്ന അർത്ഥത്തിലല്ല. സമുദായം എന്ന അർത്ഥത്തിലാണെങ്കിൽ നമ്മളിപ്പോ മുശ്രിക്ക് എന്നും ഖുറൈശി എന്നും ഒക്കെ പറയുന്ന പലരും എന്തായിരിക്കും? മുസ്ലിം ആയിരിക്കും. സമുദായം എന്ന അർത്ഥത്തിലല്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയുള്ളൂ, ഒരു ഇടപാടും ഉള്ളത്. ആദർശം എന്നതാണ്. അതെ അതെ അതെ, ഐ ഹുസൈൻ, അങ്ങനെയുള്ള പല ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളൊക്കെ പിന്നെ ആദർശം എന്തെന്നുള്ളതാണ്, അല്ലാണ്ട് സമുദായം എന്നൊരു വിഷയം അല്ല. ഇപ്പൊ ഇവിടെ തന്നെ ഈ ആയത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള അതാണ്, സത്യനിഷേധികളുമായി കൂട്ടുണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റു മതക്കാരനോടൊന്നുമല്ല, മറ്റു സമുദായക്കാരനോടൊന്നല്ല. ഈ സമുദായത്തിന്റെ അകത്ത് തന്നെയാണ് കാഫിറുണ്ടെങ്കിൽ ഓനോട് എന്ത് ചെയ്യാൻ പാടില്ല? ഓനെ വലിയാക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പൊ സമുദായം, വർഗം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു തോടാണ്. അതിന്റെ ഉള്ളിലുള്ളവരോടുള്ള പ്രത്യേക സംഗതി ഒന്നും അതിലില്ല. ആദർശ ബന്ധമാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ പ്രാദേശികമായി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ ഉള്ളത് സമുദായത്തിന് പുറത്തുള്ള ആളെ അയക്കൂല. നമുക്കെതിരെ നിൽക്കുന്നവര്, നമ്മുടെ സംവിധാനത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവര് ഒന്നും സമുദായത്തിന്റെ പുറത്തുള്ളവരായിരിക്കൂല അല്ലെ? അപ്പൊ അവരോട് മൈത്രി ബന്ധം, ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഒരു നല്ല സുഹൃത്തായിക്കൂടെ, അവനെ കല്യാണത്തിന് വിളിക്കേണ്ടതൊന്നുമല്ല.
പക്ഷേ അവരോട് നമ്മുടെ ഉള്ളുകള്ളികൾ അറിയുന്ന നമ്മുടെ കൈകാര്യകർത്താക്കളായി അവരെ വെച്ചാൽ അത് അപകടമാണ് എന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ഈ ആയത്തിൽ, ഖുറാനിലെ ഏത് ആയത്താണെങ്കിലും ആ ഒരൊറ്റ ആയത്തിലല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ആയത്തിനോട് ചേർന്ന് ഖുറാനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വേറെയും ആയത്തുകൾ ഉണ്ടാവും. ആ ആയത്തുകൾ കൂടി ഇതിനോട് വെച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് ശരിയായ പിന്നെ കാഴ്ചപ്പാട് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി കിട്ടുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ക്ലാസ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്ന് പറയാനേ പറ്റൂ. തെറ്റിദ്ധാരണ ഒരാളും വിചാരിച്ചിട്ടുണ്ടാകുന്നതല്ല, ശരിയാന്ന് വിചാരിച്ചിട്ട് ധരിക്കുക തെറ്റായി പോകുന്നതാണ്. കഴിയെങ്കിൽ ഈ ക്ലാസ് ഇനി നിങ്ങൾ കേട്ടോളൂ. ഞാൻ ആവശ്യമുള്ള പോയിന്റുകളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒന്നുകൂടി കേട്ടാൽ മതി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു പുറത്തെരുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين. الحمد لله رب العالمين.